ഇത് ചില മാധ്യമങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നു, ഞങ്ങൾ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും അഭിപ്രായമുണ്ട്, ചിലരുടെയൊക്കെ PR ഏജന്റുമാരായി ചില മാധ്യമ പ്രവർത്തകർ മാറുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളൊക്കെ ഈ കനകോലുവിന്റെയും ഈ മറുനാടന്റെയും സ്റ്റൈലിലേക്ക് അധപ്പതിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഈ കേരളത്തിൽ എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമമുണ്ട്, മറുനാടൻ മലയാളി. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മറുനാടൻ മലയാളിയുടെ ട്യൂട്ടോറിയലിൽ ഒരു പഠിതാവാണോ ഈ കേരളത്തിലെ വ്യാജ യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്ന് സംശയിക്കുന്നുണ്ട്. ആർക്കെതിരെയും ആക്ഷേപം ഉന്നയിക്കുക, എന്തും വിളിച്ചു പറയുക. ഇവിടെ കേരളത്തിൽ ഒരു ഐതിഹാസികമായ സമര മുന്നേറ്റം, സംഘപരിവാരത്തിനെതിരെ എങ്ങനെ ഒരു നാടിനെ സമരസജ്ജമാക്കാം എന്ന് ഇവിടെ തെളിയിച്ചു DYFI. അങ്ങനെ തെളിയിക്കുന്ന സമയത്ത് അതിനെ അംഗീകരിക്കേണ്ട, അവിടെ ആക്ഷേപവുമായിട്ട് വരിക. സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും അവരുടെ യഥാർത്ഥ അണികളെ അല്ലെങ്കിൽ പ്രവർത്തകരെ വെച്ച് നടത്താൻ സാധിക്കാത്ത ഈ വ്യാജ നേതൃത്വം എങ്ങനെയാണ് ഈ DYFI സംഘടിപ്പിച്ച സമരത്തെയൊക്കെ ആക്ഷേപിക്കുന്നത്? അവർക്ക് എന്ത് ധാർമ്മികതയാണ് അതിനകത്തുള്ളത്? രാജ്യം ഒന്നടങ്കം ആഗ്രഹിച്ച സമരമല്ലേ ഇത്? നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു ഈ സമരം. ആ സമരത്തെയാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. ഇപ്പൊ മറുനാടന്റെ ആ ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ പഠിച്ച ആ ആക്ഷേപഹാസ്യവുമായി കേരളത്തിൽ ഈ വ്യാജ നേതൃത്വം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഈ ജനം തിരിച്ചറിയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെ ചെന്നിത്തല ആലപ്പുഴ മീഡിയനെ കണ്ടപ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ നടത്തുന്ന സമരം ആളുകളെ പറ്റിക്കാനാണ്, DYFIയുടെ മനുഷ്യച്ചങ്ങല നാടകം മാത്രമാണെന്നാണ് ഇന്ന് രാവിലെ ചെന്നിത്തല പറഞ്ഞത്. ഈ മറുനാടനും കനകോലും ഒക്കെയാണല്ലോ ഇവരുടെ ഉപദേഷ്ടാക്കൾ. അപ്പൊ കനകോലുവിന്റെയും മറുനാടന്റെയും ഒക്കെ ഉപദേശം കേട്ട് ഈ കോൺഗ്രസിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അതുകൊണ്ട് അവരിൽ നിന്നൊന്നും അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഇല്ല, ഇപ്പോ ചെന്നിത്തല അത് പറയല്ലോ. കാരണം കേന്ദ്ര സർക്കാരിനെതിരായി നിലപാട് കോൺഗ്രസിനില്ല. ഇപ്പോ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രച്ഛന്ന വേഷം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഹനുമാൻ വേഷം കെട്ടിയിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി നമ്മൾ കാണുകയാണ്. ഹനുമാൻ വേഷം കെട്ടിയോടൊന്നും രാജ്യത്തെ സംഘപരിവാറിനെ ചെറുക്കാൻ കഴിയില്ല. ഇപ്പം രാജ്യത്തെ സംഘപരിവാറിനെ ചെറുക്കണമെങ്കിൽ ശക്തമായ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുത്തണം. വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. ഇതിപ്പോൾ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് ഉള്ള സീറ്റെല്ലാം നഷ്ടപ്പെട്ട് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും ഹനുമാൻ വേഷം കെട്ടുകയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ചെന്നിത്തല പിന്നെ എന്ത് പറയാനാ? ചെന്നിത്തല അത് പറഞ്ഞതിൽ പിന്നെ അത്ഭുതമില്ല. ഓ കേരളത്തില് പറയാം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് കേസ് എടുക്കും. കേസിന്റെ ഭാഗമായിട്ട് ജാമ്യമില്ലാത്ത കേസാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം കൊടുത്ത വാർത്താ പ്രാധാന്യം എന്താണ്? ഞാൻ പറയാം. ഞാൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. അന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൊടുത്ത കാർഡും നിങ്ങൾ അതിനു വേണ്ടി അടിച്ച കാർഡുകളൊക്കെ ഇപ്പോഴുണ്ടല്ലോ. അതേസമയത്ത് ജയിലിൽ നിന്നിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് കാപ്പി കുടിക്കുന്നു, ജയിലിൽ നിന്നിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് നടന്നു പോകുന്നു, കാറിൽ കയറുന്നു. ഇങ്ങനെയൊക്കെയുള്ള അയാൾ പറയുന്ന സംഭാഷണങ്ങൾ ഇങ്ങനെ 10 കാർഡുകളാക്കിയിട്ട് DYFIയുടെ ജില്ലാ പ്രസിഡന്റായ ഘട്ടത്തിൽ കോഴിക്കോട് ഇയാളെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി 1 മണിക്കാണ്. ഈ ഇടതുപക്ഷം ഭരിക്കുമ്പം തന്നെ SFI എല്ലാം അതിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സാന്ദ്ര ബോസ്, ഈ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ്. അവർ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇപ്പോഴും ഒരുപാട്. അപ്പൊ അതൊന്നും വാർത്തയല്ല. അപ്പൊ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഇത്തരം സമരങ്ങളുടെ വാർത്ത പർവ്വതീകരിക്കുന്നു. എന്നാൽ DYFI വളരെ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങൾ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ തന്നെ തയ്യാറാക്കി നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുഴുവൻ അയച്ചു തന്നു. ഇത് ഞങ്ങൾ പൊതുസമക്ഷം അവതരിപ്പിച്ചു. ഇതിനകത്തുള്ള ഡാറ്റ സംബന്ധിച്ച് ചർച്ച ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ചർച്ചയില്ല. അതേസമയത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ എല്ലാ സമരവും ദിവസങ്ങളോളം പ്രൈം ടൈമിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. വലിയ വാർത്തകൾ. ഒറ്റ കാര്യം അല്ല, ഒറ്റ കാര്യം അല്ല, ഞാൻ പറഞ്ഞ കൃത്യമായ വിമർശനം അക്കാര്യത്തിലുണ്ട്.
നിങ്ങൾ അറസ്റ്റിലെയാണ്. ഓക്കെ, നമുക്ക് പറയാം. ഒറ്റ കാര്യം, അറസ്റ്റും അതുമായി ബന്ധപ്പെട്ടതുമാണെങ്കിൽ അവിടെ തീരൂലേ? ഇത് നരേന്ദ്രമോദി വരുന്നത് പോലെ, നരേന്ദ്രമോദിക്ക് ഇവർ സെറ്റിട്ട് ചെയ്യുന്നത് പോലെ വലിയ പുഷ്പവൃഷ്ടികളും കാര്യങ്ങളൊക്കെ ജയിലിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിന് സെറ്റിടാനും അതിന് ക്യാമറ സംവിധാനങ്ങൾ ഒരുക്കാനും അത് വിവിധ ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനും ഒരു വല്ലാത്ത ഒരു പരിവേഷം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചോ? നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഒന്നുകൂടി പറയട്ടെ, ഒറ്റ മിനിറ്റ്. ഈ നവകേരള സദസ്സിൽ തന്നെ ഒരു മുദ്രാവാക്യം വെച്ച് ഒരു നിലപാട് പറഞ്ഞുകൊണ്ടായിരുന്നില്ല സമരം. ആ സമയത്താണെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ടവരായിരുന്നു. അങ്ങനെ മുഖം നഷ്ടപ്പെട്ടവരുടെ കുബുദ്ധിയായിരുന്നു നവകേരള സദസ്സിലെ ആക്രമണ പരമ്പര. ആ ആക്രമണ പരമ്പരക്കാണ് നിങ്ങൾ വല്ലാത്ത രീതിയിൽ സമരങ്ങൾ ഏറ്റെടുത്തു. ഇതേ റെയിൽവേ വിഷയം ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ എത്ര മാർച്ച് നടത്തി? നിങ്ങൾ വാർത്ത ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്ത വിഷയം? ഇപ്പൊ തന്നെ റെയിൽവേയിൽ ഇന്നലെ BJP നേതാവ് അതിനെ തെറ്റായി പറയാ. ഞങ്ങൾ ഉന്നയിച്ചു സീനിയർ സിറ്റിസൺസിന്റെ ആനുകൂല്യം 50% ആനുകൂല്യം എടുത്തു കളഞ്ഞു. കോവിഡിന്റെ മറവിൽ എടുത്തു കളഞ്ഞു. ഏതെങ്കിലും ഒരാൾ ചർച്ച ചെയ്തോ? ആരെങ്കിലും ഏതെങ്കിലും സീനിയർ സിറ്റിസൺസിനെ പോയി നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയോ? ഏതെങ്കിലും മറിയക്കുട്ടിമാരെ നിങ്ങൾ തെരുവിലിറക്കിയോ? ഇല്ല. നിങ്ങളൊക്കെ ഈ കനകോലുവിന്റെയും ഈ മറുനാടന്റെയും സ്റ്റൈലിലേക്ക് അതപ്പതിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു വാദഗതി വരുന്നത്. ഈ പറയുന്ന പോലെ ഈ സമരത്തിന്റെ എന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ലക്ഷങ്ങളെ തെരുവിലിറക്കി പടച്ചട്ട സൃഷ്ടിക്കുമ്പോ ഈ അഭിപ്രായം യൂത്ത് കോൺഗ്രസ് തന്നെ ഉണ്ട്. ചിലയാളെ പർവ്വതീകരിച്ച് അല്ല, ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ അവിടെ തന്നെ പറഞ്ഞു 4 മണി വരെ ഇല്ലാത്ത കവറേജ് ഇതാ 4 മണിക്ക് ശേഷം ഇന്നലെ 2:30 മണിക്ക് പ്രധാനപ്പെട്ട സീനിയർ മാധ്യമ പ്രവർത്തകർ വിളിച്ച് മനുഷ്യച്ചങ്ങലയുടെ റൂട്ട് ചോദിക്കുക. ഞങ്ങളുടെ പ്രഖ്യാപനം കേരളം ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇത്രയധികം ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് അരാഷ്ട്രീയത ഈ നാടിനകത്ത് അരാഷ്ട്രീയതയും വലതുപക്ഷവൽക്കരണവും ഒക്കെ വല്ലാത്ത രീതിയിൽ പിടിമുറക്കുന്നു എന്നൊക്കെ നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ യൗവനത്തെ രാഷ്ട്രീയമായി അവരെ ബോധ്യപ്പെടുത്തി തെരുവിലിറക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെ ആ രീതിയിൽ കണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അല്ല, നമ്മുടെ അഭിപ്രായം കണ്ടില്ല എന്നാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാലോ. നമുക്ക് ആ കാര്യത്തിലുള്ള വിമർശനമാണ് ഞങ്ങളോട് പറയുന്നത്. പ്രൈം ടൈം ചർച്ചക്ക് എടുത്തോ? ഏത് സമയത്ത്? ആ സമയത്ത് നിൽക്കേണ്ടതാണോ? ഇത് എത്ര ദിവസത്തെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 20 ലക്ഷത്തോളം ജനങ്ങളെ ഇറക്കി കൊണ്ടുവരാൻ എത്ര ദിവസത്തോളം അധ്വാനം ഉണ്ട്? നിങ്ങളുടെ ഒരു മിനിറ്റുകളുടെ വാർത്തയും ഇതുപോലെ ഈ പറയുന്ന ജയിലിൽ നിന്ന് ഇറങ്ങുന്നതോ പോട്ടെ, മറ്റേതെങ്കിലും കുറച്ച് ആളുകളെ 100-200 പേരെ സംഘടിപ്പിച്ച് ഇവിടെ അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു കവറേജും നിങ്ങളൊന്ന് താരതമ്യം ചെയ്താൽ മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ പ്രസക്തമായ കാര്യങ്ങൾ. ആ മുദ്രാവാക്യങ്ങൾ എടുക്കണ്ടേ? നിങ്ങൾ ആ സമരത്തെ കാണണ്ടേ? ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും അല്ല കേട്ടോ, ചില മാധ്യമങ്ങളുണ്ട് ബോധപൂർവം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. ഇത് ചില മാധ്യമങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നു, ഞങ്ങൾ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും അഭിപ്രായമുണ്ട്, ചിലരുടെയൊക്കെ PR ഏജന്റുമാരായി ചില മാധ്യമ പ്രവർത്തകർ മാറുന്നുണ്ട് എന്നുള്ളത്. കനകൊലു മാത്രമല്ല, മറ്റു ചിലരും ഈ PR ഏജൻസി പണിയെടുക്കുന്നുണ്ട്, ഇതേ പ്രമുഖ മാധ്യമ പത്ര സ്ഥാപനങ്ങളിൽ നിന്നുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്.